ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എംജെസ് നോളജ് അപ്പ്. ഞാൻ എം ജെ. അപ്പം നാളെ നിങ്ങൾ എക്സാമിന് കാണാൻ പോകുന്ന ഒരു 100% ഷുവർ ക്വസ്റ്റ്യൻ്റെ ഡെറിവേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് ഡെറിവേഷൻ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് നമ്മൾ. അപ്പം ഇന്ന് ഞാൻ വിചാരിക്കുന്നത് ഈ കപ്പാസിറ്റീവ്സ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററും ഏതെങ്കിലും ഒന്നും കൂടി ചെയ്തതാണ്. നിങ്ങൾ പറ്റുന്നവർ കണ്ടോക്ക്. ഫൈനലിന് മുന്നേ പരമാവധി എല്ലായിട്ട് തീർക്കാൻ നോക്കാം. സോ ഇന്ന് നമ്മുടെ ഡെറിവേഷൻ എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. സാധാരണ എക്സാമിൽ കണ്ടുവരുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഈ ഒരു ഡെറിവേഷനും സാധാരണ ഒരു പ്രോബ്ലം കൂടിയാണ് കൂടെ കാണാറുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഈ ഡെറിവേഷൻ ഇതുപോലെ തന്നെ ഏറ്റവും സിമ്പിൾ ആയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ പഠിച്ചു വെച്ച് പോവുക. ഓക്കെ ആണല്ലോ? അപ്പൊ എന്ത് ചെയ്യുക, നമുക്ക് നോക്കി നോക്കാം. ഇത് നാളെ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും, പേടിക്കൊന്നും വേണ്ട. അപ്പൊ എന്ത് ചെയ്യുക, എങ്ങനെയാ നോക്കാം. അപ്പൊ ആദ്യം ഇത് കപ്പാസിറ്ററിനെ കുറിച്ചാണ് ചർച്ച. അപ്പൊ എന്താണ് കപ്പാസിറ്റർ എന്ന് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ ചാർജസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റർ എന്ന്. ഒരു കപ്പാസിറ്റർ എടുക്കുമ്പോൾ അതിൽ രണ്ട് പ്ലേറ്റുകളായിരിക്കും ഉണ്ടാവും, രണ്ട് ഷീറ്റുകൾ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു പ്ലേറ്റ് ഞാൻ എങ്ങനെ കാണിക്കുകയാണെങ്കിൽ, ഒരു പ്ലേറ്റ് ആണ് വിചാരിച്ചത്, ഒരു പ്ലേറ്റ് ഉണ്ടായിരിക്കും. ഇത് ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വരക്കുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി ഇങ്ങനെ പാരലൽ ആയിട്ടാണ് നിൽക്കുക. ഇതുപോലെ ഇങ്ങനെയായിരിക്കും നിൽക്കുക. എന്നാൽ നമുക്ക് വരക്കാനുള്ള പരിമിതി കാരണം നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ അങ്ങോട്ട് വരച്ചിടും. വളരെ ഡീറ്റെയിൽ ആയിട്ട് ചിത്രത്തിന്റെ ആവശ്യമില്ല, ചെറുതായിട്ട് ചിത്രം വരയ്ക്കുക, കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതിന്റെ പ്രത്യേകത, ഇതിന് നമ്മളൊരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു കപ്പാസിറ്ററിൽ അതിന് നമ്മളൊരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്ലേറ്റിലേക്ക് മുഴുവൻ പോസിറ്റീവ് ചാർജ് നടക്കും. ഒരു പ്ലേറ്റിലേക്ക് മുഴുവൻ എന്ത് ചെയ്യും, പോസിറ്റീവ് ചാർജ് നടക്കും. മറ്റൊരു പ്ലേറ്റിലേക്ക് മുഴുവൻ എന്ത് ചെയ്യും, നെഗറ്റീവ് ചാർജ് നടക്കും. ഇതാണ് കപ്പാസിറ്ററിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ശരിക്കും എന്താ പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്ലേറ്റ് ഉണ്ടാവും, ഒരു ചാർജർ പ്ലേറ്റ് ഉണ്ടായിരിക്കും. അതിന്റെ അടുത്ത് ഒരു അൺചാർജർ പ്ലേറ്റ് ആയിരിക്കും വെക്ക്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. എന്നിട്ട് അതിന് നമ്മൾ ഇൻഡക്ഷൻ വഴി ചാർജിങ് നടത്തുകയാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്തത്, നേരിട്ട് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് രണ്ടിലും ചാർജ് നിറച്ചിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെ ചാർജ് നിറച്ചു കഴിഞ്ഞാൽ എവിടുന്ന് എവിടേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവൂടാ, പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് നെഗറ്റീവിലേക്ക് എന്ത് ചെയ്യും, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അതിന് ഞാൻ എന്ത് ചെയ്യാണ്, ആ ഇലക്ട്രിക് ഫീൽഡിന് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ക്യാപിറ്റൽ ഇ എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. ഇനി ഈ പ്ലേറ്റിന്റെയും രണ്ട് പ്ലേറ്റിന്റെയും ഏരിയ ഞാൻ ക്യാപിറ്റൽ എ എന്നും, ഇവർക്ക് ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതിന് ക്യാപിറ്റൽ ഡി എന്നും, ഈ സെല്ലിന്റെ പൊട്ടൻഷ്യലിന് വി എന്ന് റെപ്രസെന്റ് ചെയ്യുക. ഒരു പ്രശ്നമില്ലല്ലോ. ഒരു 2-3 സ്റ്റെപ്പിൽ ഡിറൈവ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ ഒറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി. കപ്പാസിറ്റൻസിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതാണ് ഇക്വേഷൻ. C = Q by V എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. കപ്പാസിറ്റൻസ് = ചാർജ് ബൈ വോൾട്ടേജ് പൊട്ടൻഷ്യൽ നമ്മൾ പഠിച്ച ഇക്വേഷനാണ്. നമുക്ക് എത്തിക്കേണ്ടത് എവിടേക്കാന്ന് അറിയോ, ഈ ഒരു ഇക്വേഷനിലേക്കാണ്. അവർ നോട്ട് ചെയ്ത് വെച്ചേക്ക്. ε0 A/d എന്ന് പറയുന്ന ഇക്വേഷനിലേക്കാണ്. എന്ന് പറയുമ്പോൾ ഇവരൊക്കെ മാറണം എന്നാണ് പറയുന്നർത്ഥം. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിലുള്ളൂ. പൊട്ടൻഷ്യലിൽ നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്, ആ Q അതുപോലെ തന്നെ വെക്കുന്നു. പൊട്ടൻഷ്യലിൽ നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്, രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്. വോൾട്ടേജ് = E × D, അഥവാ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു അവിടുത്തെ ഡിസ്റ്റൻസ് ആണ്. ആ ഇക്വേഷൻ നേരെ ഇവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, കുഴപ്പമില്ലല്ലോ. അതേപോലെ തന്നെ Q എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഞാൻ ഇവിടെ എടുത്ത പ്ലേറ്റിൽ കുറെ ചാർജുകൾ ഞാൻ നിറച്ചിട്ടുണ്ടല്ലോ. എന്ന് പറയുമ്പോൾ ഈ പ്ലേറ്റ് എന്ന് പറയുന്നത് സർഫസ് അല്ലേ. സർഫസിൽ ചാർജ് നിറച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു ഡെൻസിറ്റി ഉണ്ടായിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ പറയണം, ഇവിടുത്തെ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്, അതിന് സിഗ്മ എന്ന് പറയുന്ന ഇലക്ട്രോണെ സൂചിപ്പിക്കാതെ എന്ന് പറയുമ്പോൾ എത്ര ചാർജ് ഒരു ഏരിയയിൽ സൂക്ഷിച്ചു, പെർ ഏരിയയിൽ എത്ര ചാർജ് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് ക്യൂക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി കൊടുത്തു നോക്കിയാൽ Q = എന്താണ്, സിഗ്മ × A അല്ലടാ. അങ്ങനെയെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ക്യൂവിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, സിഗ്മ × A എന്ന് എഴുതാണ്, കുഴപ്പമില്ലല്ലോ. ബാക്കിയുള്ളത് സിഗ്മ × A ആണ്. ഇനി നിങ്ങൾ ഒരൊറ്റ ഇക്വേഷൻ കൂടി എക്സ്ട്രാ പഠിച്ചു വെക്കണം. നിങ്ങൾ നേരിട്ട് പഠിച്ചു വെച്ചാൽ മതി, വേറെ അതിന്റെ പിന്നിലേക്കുള്ള രഹസ്യങ്ങളൊന്നും അന്വേഷിച്ച് പോകണ്ട. രണ്ട് പ്ലേറ്റുകൾ വെച്ചാൽ ഒരു കാര്യം ഉറപ്പിച്ചോ, രണ്ട് പ്ലേറ്റുകൾ വെച്ച് കഴിഞ്ഞാൽ അതിനിടയിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്, ഓൾസോ ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് E എന്ന് പറയുന്നത് എന്തായിരിക്കും അറിയോ, σ/ε0 ആയിരിക്കും. അതെങ്ങനെയാണെന്ന് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇതിന്റെ ഇപ്പുറത്തേക്കും ഈ പ്ലേറ്റിന്റെ അപ്പുറത്തേക്കും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. അതിന് കാരണം നിങ്ങളൊന്ന് കണ്ടെത്തി നോക്ക്. ഇതിനിടയിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്ലേറ്റ് കാരണം σ/2ε0 ആണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ച ഫസ്റ്റ് ചാപ്റ്ററിൽ
അപ്പൊ ഈ പ്ലേറ്റ് കാരണം അതും സിഗ്മ ബൈ 2 എപ്സിലോൺ 0. സോ 2 സിഗ്മ ബൈ 2 എപ്സിലോൺ 0 കൂടി കൂട്ടുമ്പോൾ സിഗ്മ ബൈ എപ്സിലോൺ 0. സോ അതും കൂടി ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഈന്റെ പകരം ഞാൻ ആരെ കൊടുക്കുകയാണ്, സിഗ്മ ബൈ എപ്സിലോൺ 0 ആ ഇൻറ്റു ഡി അവിടെ വെക്കുകയാണ്. സിഗ്മ ക്യാൻസൽ ആയി. സോ ആൻസർ വിൽ ബി എന്തായിരിക്കും വരിക, ഒരു മിനിറ്റ്, ഇവിടെ സിഗ്മ ഇൻറ്റു എ ആണ്, ബാക്കി സിഗ്മ ബൈ എപ്സിലോൺ 0 ഉണ്ട്, ഇൻറ്റു എ ഉണ്ട്. ഈ എപ്സിലോൺ 0 താഴത്തല്ലേ എടുക്കുന്നത്, അതെന്ന് പറയുമ്പോൾ ബാക്കി ശരിക്കും എന്താ ഉള്ളത്, എ ബൈ ഡി ബൈ എപ്സിലോൺ 0 അല്ലടാ. ഈ താഴത്തുള്ള എപ്സിലോൺ 0 നേരെ എന്ത് ചെയ്യും, മേലേക്ക് കയറും, എപ്സിലോൺ 0 എ ബൈ ഡി എന്നായിട്ട് മാറും. ഇതാണ് ഇവിടുത്തെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, ഇപ്പം ഇത് ഫ്രീ സ്പേസിലുള്ള ഇക്വേഷൻ, എപ്സിലോൺ 0 എന്ന് പറയുമ്പോൾ ഫ്രീ സ്പേസ് ആണ്. അങ്ങനെയെങ്കിൽ മറ്റൊരു മീഡിയം വെച്ചാൽ നമുക്ക് അതിന് എപ്സിലോൺ 0 മാറ്റി എപ്സിലോൺ ആവും, എപ്സിലോൺ എ ബൈ ഡി. ഈ എപ്സിലോണിക്ക് നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ അറിയാം. എപ്സിലോണിന്റെ ഇക്വേഷൻ എന്താണ്, ഈ എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ 0 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ അറിയാം. അത് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സി ഈക്വൽ ടു എന്തായിട്ട് മാറും, ഈ എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ 0 എ ബൈ ഡി എന്ന് പറയുന്ന ഇക്വേഷൻ ആവും. നിങ്ങൾക്കറിയാം ഈ എപ്സിലോൺ 0 എ ബൈ ഡി ആരാ, ഇത് ഫ്രീ സ്പേസിൽ അല്ലെങ്കിൽ എയറിൽ ഉണ്ടാകുമ്പോൾ കപ്പാസിറ്റൻസ് അല്ലേ. സോ ഒരു മീഡിയത്തിലുള്ള കപ്പാസിറ്റൻസ് ഈക്വൽ ടു ഈ എപ്സിലോൺ ആർ ഇൻറ്റു ഒരു എയറിലുള്ള കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. രണ്ട് ഇക്വേഷൻ ആണ് നിങ്ങൾ മെയിൻലി പഠിക്കേണ്ടത്, ഈ ഇക്വേഷൻ ആണ്. മനസ്സിലായല്ലോ, എളുപ്പമല്ലേ? ഇത്രയും കാര്യങ്ങൾ ഒരു സിഗ്മ ബൈ എപ്സിലോൺ 0 പഠിക്കണം. എന്തൊക്കെ മാറ്റം, ജസ്റ്റ് വിനെ ഇ ഡി ആക്കുന്നു, ഇന്റെ പകരം സിഗ്മ ബൈ എപ്സിലോൺ 0, ക്യൂനെ വീണ്ടും സിഗ്മ ആക്കുന്നു, വെട്ടി കളിക്കുക, അത്രയേ ഉള്ളൂ, കാര്യം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഈ ഡെറിവേഷൻ എന്ന് പറയുന്നത്. 3-4 മാർക്കിന് സാധാരണ ചോദിച്ചാറുള്ളത്, വിത്ത് ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരിക്കും. സോ ഇതാണ് ഈ ഭാഗത്തുള്ള നിങ്ങൾക്കുള്ള ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.